ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഒരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് സോസേജ് സ്പെഗറ്റി. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു ഒണിയൻ, കുറച്ച് ക്യാബേജ്, ബീൻസ്, പിന്നെ ക്യാരറ്റ് എല്ലാം നീളത്തിൽ കുറച്ച് മതിയാവും കേട്ടോ. എല്ലാം നീളത്തിൽ സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി ഗാർലിക്കും കൂടി. ഓക്കെ, ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാവട്ടെ. ഓയിലും ബട്ടറും ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് കട്ട് ചെയ്ത് വെച്ച ഒണിയൻ, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റും പിന്നെ ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബീൻസ് ഞാൻ ചെറുതായിട്ട് ചിരിച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം കൂടി നീളത്തിൽ ഇതേപോലെ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മോൾക്ക് ക്യാപ്സിക്കം വലിയ താല്പര്യമില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്യാപ്സിക്കം ഇടാത്തത്. അപ്പോൾ അത് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ആക്ച്വലി പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാപ്സിക്കം എന്തായാലും നിർബന്ധമാണ്. ഓക്കെ, നിങ്ങൾ ഈ സമയം തന്നെ ഗാർലിക്കും കൂടി ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വൈറ്റ് സോസിൽ ഉണ്ടാക്കാമെന്ന്. പിന്നെയാണ് ഏട്ടൻ പറഞ്ഞത് വൈറ്റ് സോസ് വേണ്ട, എനിക്ക് റെഡ് സോസിൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത്. കാരണം വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഗാർലിക് ഇടാമെന്ന് വെച്ചു. ആ ഒറ്റ റീസൺ കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ആദ്യം തന്നെ ഈ ഗാർലിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, സോട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം സോസസ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് നോക്കി ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമുക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വീറ്റ് സോയ സോസാണ്, അത് കുറച്ചൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സമയമാണ് ഞാൻ ഗാർലിക് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിനകത്ത് ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആദ്യം തന്നെ വിച്ചീസ് ഇടുമ്പോൾ ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെജീസൊക്കെ റെഡിയായി. ഇനി നമുക്ക് സോസേജ് ഉണ്ടാക്കാം. സോസേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നിറച്ചും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോസേജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ രീതിയിൽ സോസേജ് എപ്പോഴെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. സാധാരണ സോസേജ് ഓയിലിട്ട് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും എത്രയോ ബെറ്ററാണ് വെള്ളത്തിലിട്ടിട്ട് ബോയിൽ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു സോസേജ് ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ബോയിലാവും. ബോയിലായ സമയത്ത് ഈ സോസേജ് മേലെ പൊങ്ങി നിൽക്കും, ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ആ സമയം ഈ സോസേജിൻ്റെ മേലെ കുറച്ചൊരു കീറലൊക്കെ വരും. അപ്പോൾ അതിനർത്ഥം ഇത് കുക്കായി എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കോരി മാറ്റി വെക്കുക. സോസേജ് അവിടെ തണിയാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ തണിഞ്ഞതിന് ശേഷം അത് റൗണ്ട് ഷേപ്പിലാക്കി കട്ട് ചെയ്ത് നോക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം, ചിരിച്ചിട്ടോ നീളത്തിലോ അങ്ങനെയും കട്ട് ചെയ്ത്. ഓക്കെ, ഞാനൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ സ്പെഗറ്റി ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ല പരന്ന ഒരു സ്പെഗറ്റിയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലും കിട്ടും, നീളത്തിലും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പാസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നീളത്തിലുള്ളതാണ് എടുത്തത്. അപ്പോൾ ഇത് ബോയിൽ ചെയ്യാൻ നല്ലോണം പൊട്ടിക്കാതെ തന്നെ കുത്തനെ വെച്ചിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കുക. അപ്പോൾ ബോയിലാകുന്ന സമയത്ത് അതിങ്ങനെ താണ് പോയി നല്ല ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ ബോയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വെന്തോ നോക്കുക. എന്നിട്ട് ഡ്രെയിൻ ചെയ്യുക. അതിൻ്റെ മേലെ കുറച്ച് തണിഞ്ഞ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഡ്രെയിൻ ചെയ്യാൻ വെക്കുക. അതാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ തണിഞ്ഞത് ഡ്രെയിൻ ചെയ്തത് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മസാലയും ഈ സ്പെഗറ്റി എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഇങ്ങനെ പൊന്തിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ നീളത്തിലൊക്കെ. ഇനി ഇതിലേക്ക് കുക്കിംഗ് ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ചൊരു 1/2 ടീസ്പൂൺ കുക്കിംഗ് ഹെർബ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തൈം, പാസ്ലി അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരിഗാനോ. അപ്പോൾ ഇത് 3ഉം കൂടി നിങ്ങൾ കുറച്ച് ഇട്ടാൽ മതി. അല്ലെങ്കിൽ കുക്കിംഗ് ഹെർബ്സ് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ വിട്ടുന്ന രീതിയിൽ പൊന്തിച്ചിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ പീസസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സോസേജ് സ്പെഗറ്റി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരു അടിപൊളി പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. അപ്പം നല്ലൊരു വർഷമാകട്ടെ അങ്ങോളം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ഓക്കെ,
ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ മോൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.